കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ രുചികരമായി ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഉപ്പുമാവാണ് ഇന്ന് തയ്യാറാക്കുന്നത്. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലും മണത്തിലുള്ള ഉപ്പുമാവ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ ഉപ്പുമാവ് ഉണ്ടാക്കാനായി ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക്, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കടുകൊന്ന് പൊട്ടി വരണം. ഇതിലേക്ക് ഇനി കുറച്ച് ഡാൽഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഡാൽഡയും ചേർത്ത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് സവാള, ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കണം. സാധനങ്ങൾ കുറച്ച് കൂടുതലുണ്ട്. 2 കിലോ റവയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വാടി വന്നാൽ മതി, കളറൊന്നും മാറണ്ട. സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധനം എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ സമയത്ത് ഉപ്പ് ചേർത്ത് വെള്ളത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് വെള്ളത്തിന് കുറച്ച് കൂടുതലായി നിൽക്കണം. ഉപ്പുമാവിന് പാകത്തിന് ഉപ്പുണ്ടാവണമെങ്കിൽ അതേപോലെ ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് മുമ്പിൽ വെള്ളം ഉപ്പ് നോക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. ഇതുപോലെ എല്ലാവരും ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. 2 കിലോ റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം തിളച്ച് റെഡിയായി. റവ പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റവ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്തില്ലെങ്കിൽ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ കട്ടിയാവും. കുറച്ചായിട്ട് ഇട്ട് ഇളക്കി കൊടുക്കണം. ഇടുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്താലേ പാകത്തിന് ഉപ്പുമാവ് റെഡിയായി കിട്ടുള്ളൂ. ഇതുപോലെ ഇനി കൈവിടാതെ ഇളക്കണം. ഇതൊക്കെയാണ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ ഇളക്കി കൊടുക്കണം, കട്ടയാവാതെ. ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് നല്ല ഉപ്പുമാവ് കിട്ടും. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റാണ് ഈ ഉപ്പുമാവ് നമ്മൾ വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ. ഇതുപോലെ കട്ടിയില്ലാണ്ട് ഇളക്കി കൊടുക്കണം. ഇത് ഇളക്കി കൊടുക്കാതെ ഇരുന്നാൽ അടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞു പോകും. ഇപ്പം തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ഇനി ഇത് വാങ്ങി വെക്കാം. ഈ പാകത്തിൽ വാങ്ങി വെക്കാം. നല്ല രുചിയുള്ള ഉപ്പുമാവ് റെഡിയായി. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ 2 ഭാഗത്തും പിടിച്ചിട്ടാണ് വാങ്ങി വെക്കുന്നത്. നമ്മുടെ തറവാട്ടിൽ കുറച്ച് പരിപാടിയുണ്ട്. അതിനു വേണ്ടിയാണ് ഉപ്പുമാവ് തയ്യാറാക്കുന്നത്. കുറേ ആൾക്കാരുണ്ട് കഴിക്കാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.